അപ്പോൾ ഇനിയത്തെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചെറിയ ഒരു പൈപ്പിൻ്റെ കഷ്ണത്തിലോട്ട് ഒരു 45 ഡിഗ്രി ഒട്ടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണം, നല്ലപോലെ പശ നല്ല ഫാസ്റ്റായിട്ട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ്, മെറ്റലിൻ്റെ അടപ്പ് എടുത്ത് വെച്ച് കെട്ടുകമ്പി വെച്ച് ഒരു ഹാൻഡിൽ പോലെ കെട്ടി നമുക്കിങ്ങനെ ഒഴിക്കാവുന്ന ഒരു പാത്രം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ PVC ഗ്ലൂ എടുത്തിട്ട് ആ ജോയിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ജോയിൻ്റെല്ലാം നല്ല സീലാക്കി എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ആ ഒരു സംഭവം വെച്ച് കുറേശ്ശെ ഗ്ലൂ എടുത്ത് ഈ ജോയിൻ്റ് വഴി ഒഴിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ അത് ചുറ്റിച്ചൊന്ന് എടുക്കുക, ആ ജോയിൻ്റ് വഴി ആ ഗ്ലൂവിനെ ഒന്ന് ഒഴുക്കി എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കുക. കറക്കി ചുറ്റിച്ച് നീറ്റായിട്ട് ആ ജോയിൻ്റ് വഴി ഫുള്ള് നിറച്ച് ഒന്ന് ഉണങ്ങാൻ വെക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ഭാഗമായി വലിയ പൈപ്പ് ഒട്ടി കഴിയുന്നതും ഒഴുകാതെ വൃത്തികേടാകാതെ ചെയ്യാൻ പറ്റിയ അത്ര നല്ല കാര്യം. എന്നിട്ട് അതിനെ നന്നായിട്ട് ഉണങ്ങാൻ വെർട്ടിക്കലായിട്ട് വെക്കുക. ഇതുപോലെ തന്നെ അങ്ങേയറ്റത്തെ പീസും ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഒരറ്റം എങ്ങനെ വലിയ പൈപ്പിലോട്ട് പിടിപ്പിക്കുമെന്ന് നോക്കാം. ഒട്ടിച്ചിട്ട് പൈപ്പ് ഒന്ന് ചെരിച്ചു വെക്കണം. എന്നിട്ട് ഇവിടെ ആ ഗ്ലൂ ഒഴിച്ച് വെച്ച് ആ ജോയിൻ്റ് വഴി ഒന്ന് ഈ പൈപ്പിനെ തിരിച്ച് ചുറ്റിച്ച് ജോയിൻ്റ് വഴി നല്ലതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു മണിക്കൂറിലും മിനിമം ഡ്രൈ ചെയ്യാൻ പറ്റണം. ഇത്രയും വലിയ പൈപ്പായത്. ഇനി ആ ജോയിൻറ്റിൽ കുറേശ്ശെ ഗ്ലൂ ഒഴിച്ച് പൈപ്പിനെ കറക്കി ആ ഗ്ലൂവിനെ നന്നായിട്ട് ആ ജോയിൻ്റ് വഴി ഒഴുക്കി നല്ലതുപോലെ സീൽ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അകത്തെ ജോയിൻറ്റിലും ആ ഗ്ലൂ ഒഴിച്ച് നന്നായിട്ട് സീൽ ചെയ്തെടുക്കണം. ഈ അറ്റം ഒട്ടിക്കുന്നതിന് മുമ്പ് ആ നല്ല ലെവലായ ഒരു സ്ഥലത്ത് ആ പൈപ്പിനെ വെക്കണം. ഇവിടെ ഫ്ലാറ്റാക്കി ആ ലെവൽ സർഫസ് തൊടിച്ചു വെക്കുക. എന്നിട്ട് ഒട്ടിക്കുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കയറ്റിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഈ പൈപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ ഒട്ടിക്കാനായിട്ട് നമുക്ക് ആ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഈ തല ഒട്ടിക്കുന്നതിന് മുമ്പ് പൈപ്പിനെ ഒന്ന് നേരെയാക്കി അങ്ങേ തലയായിട്ട് നല്ല അലൈൻമെൻറ്റിലാണോ നിൽക്കുന്നതെന്നൊന്ന് നോക്കുക. രണ്ടുപേരുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പുറത്തെ അറ്റവും കൂടെ നമുക്കൊന്ന്
ഗ്ലൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോണ്ടൂൺ റെഡിയാണ്. ഇതൊട്ടിക്കുമ്പോൾ പൈപ്പിൻ്റെ അങ്ങേ തല ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് ഈ എൻഡ് നല്ലപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് കയറ്റാൻ പറ്റും. ഈ രണ്ടറ്റത്തും തെർമോകോൾ ഡിസ്ക് കൊടുത്താൽ വളരെ നല്ലതാണ്. ഈ പൈപ്പിനകത്ത് എങ്ങാനും വെള്ളം കയറുവാണെങ്കിൽ ഒഴുക്കി കളയാൻ വേണ്ടി നമ്മൾ എൻ ക്യാപ്സ് ഒട്ടിക്കുകയില്ല, വെറുതെ വെച്ചേക്കോളൂ. അങ്ങനെ നമ്മുടെ ഒരു പോണ്ടൂൺ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കുക.